നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, അവധിയാണ്. എങ്കിൽ കൂടിയും ഒരുപാട് വാർത്തകൾ ഇന്ന് അതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ അശാന്തി തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഒരു പെട്രോൾ അല്ലെങ്കിൽ ഇന്ധനക്ഷാമത്തിൻ്റെ ഒരു സമയം നമ്മളിപ്പോൾ കടന്ന് പോയിട്ടേ ഉള്ളൂ. വീണ്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക പ്രധാനമായും ഉടലെടുത്ത് നിൽക്കുന്നു. കാരണം ഹോർമൂസിൽ കൂടിയുള്ള ഒരു കപ്പലും, ഹോർമൂസ് കടലിടുക്കിൽ കൂടിയുള്ള ഒരു കപ്പലുകൾക്കും ഒരു ഇന്ധന വെസലുകൾക്കും പ്രവേശനമോ അതിൻ്റെ പോക്കോ നടത്തില്ല, അല്ലെങ്കിൽ അത് തടയുമെന്ന് ഇറാൻ കർക്കശമായി തന്നെ ഉപാധി വെച്ചിരിക്കുകയാണ്. ഒപ്പം ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം, ഒരുപക്ഷേ ഇറാനുമായി നല്ല രീതിയിൽ സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ എങ്കിൽ കൂടിയും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ കൂടി ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ പല കപ്പലുകളും അതുവഴി കടന്നു പോകുന്നതിന് പിന്മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തമായ ആയുധം തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചർച്ചകൾ പോലും, അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ പോലും പലപ്പോഴും തട്ടി നിൽക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെ. ലെബനോൺ പ്രശ്നം പരിഹരിച്ചു, പക്ഷേ ഹോർമൂസിൽ തങ്ങളുടെ നിയന്ത്രണം, അല്ലെങ്കിൽ അതിനുമപ്പുറം ഈ ഹോർമൂസിൽ ഇറാൻ കടുപ്പിക്കുന്തോറും ഇറാൻ്റെ തുറമുഖങ്ങളിൽ നിന്നുള്ള എണ്ണ വരവ്, പോക്ക്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇതിനെല്ലാം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കാത്തതിന് പ്രധാന കാരണം ഇറാന് അമേരിക്കയെ വിശ്വാസമില്ല എന്നത് തന്നെയാണ്. കാരണം അവരുടെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു ചർച്ചയുടെ സമയത്ത് തന്നെയാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം വീണ്ടും കുറച്ചുകൂടി ശക്തമായ രീതിയിൽ ലോകത്തെമ്പാടും ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. ഒപ്പം അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരാനുണ്ട്. മാനേജ്മെൻറ്റ് ഇന്ന് ചോദ്യം ചെയ്യും. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ 4 പേർ, വല്ലാതെ നമ്മളെ പിടിച്ചു കുലുക്കിയ ഒരു അപകടമായിരുന്നു. ആ പരിക്കേറ്റ 4 പേർ, അവരുടെ അവസ്ഥ എന്താണ് എന്നറിയേണ്ടതുണ്ട്. അങ്ങനെ ഈ ഒരു അവധി ദിവസമാണെങ്കിൽ കൂടിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്.